ഇവിടെ 30 വർഷത്തിനു മുമ്പ് കാണാതായ ഒരു ട്രെയിന് പെട്ടെന്നൊരു ദിവസം നട്ടപ്പാതിരാക്കി ഒരു സ്റ്റേഷനിൽ വന്നു നിന്നു. ഇത് കണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോൾ ട്രെയിനും ഫുള്ള് തുരുമ്പ് പിടിച്ച് ഒന്നിനും കൊള്ളാത്ത രീതിയിലായിട്ടുണ്ട്. ഇതിപ്പോ എവിടുന്ന് വന്നു? ഇയാളും ട്രെയിനിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ കുറെ നോക്കി. എന്നാൽ അതിൽ നല്ല തുരുമ്പ് പിടിച്ചത് കൊണ്ട് ഇയാളെ കൊണ്ട് അത് തുറക്കാൻ കൂടെ കഴിയുന്നില്ല. അപ്പോഴാണ് അകത്തു നിന്ന് എന്തോ ചുവപ്പ് വെള്ളം പോലെ വരുന്നത് കണ്ടത്. എന്താണെന്ന് തൊട്ടു നോക്കുമ്പോൾ നല്ല കട്ട ചോരയാണ്. അത് കണ്ടതോ അയാളും അടുത്തുള്ള വിൻഡോ കൈ കൊണ്ട് തുടച്ചു. അകത്ത് എന്താണെന്ന് ഏന്തി നോക്കി. എന്നാൽ അത് കണ്ടതോ അയാൾ ആകെ ഷോക്കായി പോയി. ഇപ്പോ ഇതറിഞ്ഞ അവിടെ എത്തിയ ജനറല് അവിടെയുള്ള TTRന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ട്രെയിനിനെ കുറിച്ചുള്ള ഒരു കാര്യവും അവരുടെ റെക്കോർഡ്സിൽ പോലുമില്ല. അതേപോലെ ഈ ട്രെയിനിലുള്ള അടയാളം കണ്ടതും അത് ജപ്പാനിൽ നിന്ന് എത്തിയതാണെന്ന് മനസ്സിലായി. എന്നാൽ ഈ ട്രെയിന് ഡ്രൈവർ ഇല്ലാതെയാണ് ഇത്ര ദൂരം വന്നതെന്ന് കേട്ടതും ആകെ ഷോക്കായി പോയി. ഇപ്പോ സോൾജേഴ്സിനെ വരുത്തി ട്രെയിനിന്റെ ഡോറ് കട്ട് ചെയ്ത് അകത്ത് പോയി നോക്കി. അതിന്റെ അകത്തുള്ള എല്ലാവരും കുറെ വർഷത്തിന് മുമ്പ് വിചിത്രമായ രീതിയിൽ മരിച്ചു പോയവരാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ചെക്ക് ചെയ്യാൻ തുടങ്ങി. വന്ന മന്ത്രവാദിയും ഈ ട്രെയിനിൽ തൊട്ടതും അകത്തൊരു ദുരാത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനകത്താണെങ്കിൽ ആരുടെയോ ശവകുടീരം ചങ്ങലയിട്ടും വെച്ചിട്ടുണ്ട്.